നിധി ആകെ കൂടെ വിഷമിച്ചിരിക്കുകയാണ്. സുധി ചൂടുവെള്ളമായിട്ട് നിധിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, എന്താ നിധി? നിധി പറയും, എന്ത് സ്വഭാവം നിങ്ങളുടെ അമ്മായിക്ക്, എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും നോക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. സുധി പറയും, അത് ഞങ്ങൾക്കിപ്പോൾ ശീലമായി, ഞങ്ങളെവിടെ കണ്ടാലും നാണം കെടുത്തണം അമ്മായിക്ക്, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, അത് സത്യമല്ലെന്ന് തെളിയിച്ചു കൊടുക്കണം. സുധി ചോദിക്കും, ഏതെങ്ങനെ? സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ വീട്ടിൽ പെണ്ണ് വാഴില്ലെന്ന് പറയുന്നത്, അത് നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കണം, അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്താ? ശൂലം കുത്തി പ്രദക്ഷിണം നടത്തുക, അത് സുധീഷ് ചെയ്യണം. സുധീഷൊക്കെ ഞാനോ? അതൊക്കെ അനാചാരമാണ് നിധി, നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് മണി അങ്ങോട്ട് വരിക, എന്താ ആചാരങ്ങളൊക്കെ പറ്റി പറയുന്നത്? സുഭാഷ് ശൂലം കുത്തി പ്രദക്ഷിണത്തെക്കുറിച്ച് പറയും. അപ്പോൾ മണി പറയും, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരമാണ്, നേർച്ച നേർന്നതാണെങ്കിൽ എന്തായാലും ചെയ്യണം, ഇല്ലെങ്കിലേ അത് നിങ്ങളെ ഒരുപാട് ബാധിക്കും. സുധീഷ് പറയും, ഞാൻ തന്നെ ചെയ്യണോ? ഹരീഷോ നികേഷോ ഒക്കെ ചെയ്താൽ പോരെ? നിധി പറയും, നിങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ നേർന്നത്. രാത്രി അകത്തിരിക്കുമ്പോൾ നികേഷ് ഇതും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശൂലം കുത്താൻ 2 പല്ലെടുക്കണം എന്നാണ് പറയുന്നത്, അല്ലേ സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയും, 2 3 പല്ല്. സുധീഷ് പറയും, ഞാൻ തന്നെ ചെയ്യണോ? നികേഷ് ചെയ്താൽ പോരെ? നിധി പറയും, നിങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ നേർന്നത്. സുഭാഷ് പറയും, അങ്ങനെ നിർബന്ധമുണ്ടോ? എൻ്റെ കാര്യത്തിന് ഞാനല്ലേ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തോളാം. നിധി പറയും, സുഭാഷേട്ടൻ്റെ കാര്യത്തിന് അടുത്ത ബന്ധുക്കളാരെങ്കിലും ചെയ്യണം, സുഭാഷേട്ടൻ ചെയ്യാൻ പറ്റില്ല. സുധീഷ് പറയും, എന്നാൽ നികേഷിന് ചെയ്തൂടെ? നിധി പറയും, വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം, നിങ്ങൾക്കാർക്കും പറ്റില്ലെങ്കിൽ. സുധീഷ് പറയും, അത് വേണ്ട, ഞാൻ ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് സുഭാഷ് ചായ ആയിട്ട് വരികയാണ്. നികേഷിനും സുധീഷിനും ചായ കൊടുക്കും. ആ സമയത്ത് സുനന്ദ അങ്ങോട്ട് വരും. സുനന്ദ സുഭാഷിനോട് ചോദിക്കും, സുഭാഷ് ഏട്ടാ, ഇവിടെ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ? സുഭാഷ് പറയും, ഉറക്കമൊക്കെ കുറവാണ്. നികേഷ് പറയും, എവിടുന്ന്? സുഭാഷ് ഏട്ടൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ കല്യാണമൊന്നും നോക്കുന്നില്ലേ? നികേഷ് പറയും, അതിനാണല്ലോ ഞങ്ങളിങ്ങോട്ട് വന്നത്, നാളെ സുധീഷ് ഏട്ടൻ ശൂലം കുത്തി പ്രദക്ഷിണ നടത്തുന്നുണ്ട്. സുനന്ദ പറയും, ആണോ? നല്ല ശക്തിയുള്ള ദേവിയാ, നിങ്ങളെ വീട്ടിലെത്തുമ്പോഴേക്കും കല്യാണമൊക്കെ ഒരുവിധം ഉറപ്പാവും. ചാന്ദിനി അങ്ങോട്ട് വന്നിട്ട് സുഭാഷിനോട് പറയും, ബാത്റൂമിൽ ചൂടുവെള്ളം വരുന്നില്ലെന്ന്. സുഭാഷ് പറയും, ഞാൻ കുളിച്ചതാണല്ലോ. സുനന്ദയോട് അതൊന്നും നോക്കാൻ പറയും. സുനന്ദ ചാന്ദിനിയും കൂട്ടി അത് നോക്കാൻ പോവാണ്. സുഭാഷ് പറയും, ഞാനും കൂടെ വരാം. സുനന്ദ ബാത്റൂമിലൊക്കെ നോക്കിയിട്ട് പറയും, ശരിയാ, വരുന്നില്ല. ആ, ഇവിടെ സ്വിച്ച് ഇട്ടില്ലായിരുന്നു. ചാന്ദിനി കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ വെള്ളത്തിൽ വഴുക്കി വീഴാൻ പോവാണ്. സുഭാഷ് ചാന്ദിനിയെ പിടിക്കും. ചാന്ദിനി കുളിക്കാൻ കയറുമ്പോൾ സുഭാഷ് വേഗം അവിടുത്തെ വെള്ളമൊക്കെ തുടയ്ക്കും. സുനന്ദ തുടച്ചോളാന്ന് പറയും, പക്ഷേ സുഭാഷ് അത് സമ്മതിക്കില്ല. ചാന്ദിനി കുളി കഴിഞ്ഞ് വരുമ്പോൾ സുനന്ദ ചാന്ദിനിയെ പരിചയപ്പെടുകയാണ്. ചാന്ദിനി ഹിന്ദി പറയുമ്പോൾ സുനന്ദയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. എടാ നികേഷേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരാ? നികേഷ് പറയും, ഇത് ചാന്ദിനി, സുഭാഷേൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാഷില്ലേ, അവരുടെ അനിയത്തിയാ. അവർക്ക് അവിടെ എന്തോ ഒരു പ്രശ്നം, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ചാന്ദിനി പോയിക്കോ. ചാന്ദിനി പോയി കഴിയുമ്പോൾ സുനന്ദ വയ്ക്കും, സുഭാഷേട്ടനെ കൊണ്ട് ചാന്ദിനിയെ കല്യാണം കഴിപ്പിച്ചൂടെ? നികേഷ് പറയും, അവർ ഹിന്ദിക്കാരിയല്ലേ, കല്യാണം കഴിഞ്ഞാൽ സംസാരിക്കാൻ ഭാഷ പ്രശ്നമല്ലേ, അതൊന്നും ശരിയാവില്ല. നീതുവിൻ്റെ ചേട്ടൻ ധൃതി വിട്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് പറയും, ഇന്ന് അവരൊന്നും അവരുടെ വീട്ടിലില്ല, അവരൊക്കെ എങ്ങോട്ടോ പോയതാ, ഇന്ന് തന്നെ നമുക്ക് നീതുവിൻ്റെ കല്യാണം നടത്താം. എൻ്റെ കൂട്ടുകാരനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവന് സമ്മതമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. അവനവൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ന് കല്യാണമാണെന്ന് അവർക്കറിയില്ല. അമ്മ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ നമ്മൾ? ചെറിയ എന്തെങ്കിലും പൈസയും പിന്നെ അവനൊരു ബൈക്കും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛനമ്മ ഇങ്ങനെ പറയും, നീതുവിനോട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ നീതുവിനെ വിളിക്കുമ്പോൾ നീതു ഹരീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീതു കോള് കട്ട് ചെയ്ത് അങ്ങോട്ട് ചെല്ലും. നീതുവിനോട് പറയും, നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്, ഒരു വഴിപാട് നേർന്നു, അത് ചെയ്യണം. അവളുടെ ഏട്ടൻ ആദ്യം തന്നെ പോവും. അവിടെ ചെന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. പൂജാരി പൂജിച്ച മാലയൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് വെച്ച് കൊടുക്കും. കൂട്ടുകാരനോട് ചോദിക്കും, നിനക്ക് ടെൻഷൻ ഉണ്ടോടാ? ചെറിയ രീതിയിൽ ടെൻഷനുണ്ട്, വീട്ടിൽ പറയാതെ നടക്കുന്ന കല്യാണമല്ലേ. നീതു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഓട്ടോയിൽ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും നീതുവിന് അറിയില്ല.